ഒക്ടോബർ 22 ലോകത്തിൻ്റെ പാപ്പയായി അറിയപ്പെടുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ തിരുനാൾ ദിനം. ക്രിസ്തു സ്നേഹവും സാഹോദര്യവും സമാധാനവും പകർന്നുകൊണ്ട് 129ഓളം രാജ്യങ്ങൾ സന്ദർശിച്ച അദ്ദേഹം ചരിത്രത്തിൽ ഏറ്റവും അധികം രാജ്യങ്ങൾ സന്ദർശിച്ച പാപ്പയായി മാറി. ആഴമേറിയ പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും മാതൃകയും പ്രചോദനവുമായിരുന്നു ജോൺ പോൾ രണ്ടാമൻ പാപ്പ. തോത്തുസ് തുവൂസ്, പൂർണ്ണമായും നിനക്കായി എന്ന് തൻ്റെ ജീവിത മുദ്രാവാക്യത്തിലൂടെ ഏറ്റുപറഞ്ഞുകൊണ്ട് ജോൺ പോൾ പാപ്പ തന്നെയും ദൈവം തന്നെ ഭരമേൽപ്പിച്ച ദൗത്യത്തെയും പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ സമർപ്പിച്ചു. 1981 അലി അക്ക എന്ന അക്രമിയുടെ തോക്കിൽ നിന്നും ഉതിർന്ന വെടിയുണ്ട പാപ്പയുടെ നെഞ്ചിൽ തുളച്ചു കയറിയെങ്കിലും മരണത്തിൻ്റെ പിടിയിൽ നിന്നും അത്ഭുതകരമായി പരിശുദ്ധ അമ്മ പാപ്പായെ കാത്തു. പിന്നീട് ജയിലിൽ ചെന്ന് തന്നെ വെടിവെച്ച അലി അഗ്ഗയെ കണ്ട് ആലിംഗനം ചെയ്ത് കാരുണ്യത്തിൻ്റെയും ക്ഷമയുടെയും ക്രിസ്തു സാക്ഷ്യമായി പാപ്പ മാറി. സിനഗോഗും മോസ്കും സന്ദർശിച്ച ആദ്യ പാപ്പയായി മാറിക്കൊണ്ട് മതങ്ങൾക്കിടയിൽ സാഹോദര്യത്തിൻ്റെ പാലം പാപ്പ പണിതുയർത്തി. മനുഷ്യജീവൻ്റെയും മാനവ മഹത്വത്തിൻ്റെയും മുന്നണി പോരാളിയായി നിന്ന ജോൺ പോൾ രണ്ടാമൻ പാപ്പ ലോക യുവജന ദിന ആഘോഷത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് യുവജനങ്ങളെ വിശ്വാസ ജീവിതത്തിൽ ധീരതയോടെ മുന്നേറാൻ പ്രേരിപ്പിച്ചു. ജപമാല ഭക്തിയുടെ പാപ്പയായി അറിയപ്പെട്ട ജോൺ പോൾ പാപ്പ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ ജപമാല പ്രാർത്ഥനയിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ജപമാല കൂടുതൽ പൂർണ്ണതയും മനോഹാരിതയും ഉള്ളതാക്കി തീർത്തു. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതും സുന്ദരവുമായ പ്രാർത്ഥനയാണ് ജപമാല എന്ന് വിശേഷിപ്പിച്ച ജോൺ പോൾ പാപ്പ വിശ്വാസികളെ യേശുവിലേക്ക് നയിക്കുന്ന സുവിശേഷത്തിൻ്റെ ഒരു സംഗ്രഹമാണ് ജപമാല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു.